ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മെ ഭദ്രമായി പരിപാലിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുന്നതും ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതും ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ പ്രഭാത സമയം. തലേ രാത്രിയിൽ നാം നന്നായി വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് മനസ്സിന് ഏകാഗ്രത കിട്ടുന്നതായ സമയമാണ്. അങ്ങനെ മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്ന ഒരു സമയത്ത് കർത്താവിൻ്റെ അരികിലേക്ക് അടുത്ത് ചെന്ന് ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. പിതാക്കന്മാരുടെ കാലത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ അത് ചെയ്തിരുന്നു. അതിൻ്റേതായ നന്മകളും അവർ അനുഭവിച്ചിരുന്നു. അവരൊക്കെ അതിരാവിലെ സമയം തന്നെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ മനസ്സ് വച്ചിരുന്നവരാണ്. അതുകൊണ്ട് അതിരാവിലെ തന്നെ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് വായിച്ച് ധ്യാനിക്കുവാനും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം മുൻപാകെ അറിയിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്നവർക്ക് അതിൻ്റേതായ സമാധാനവും സന്തോഷവും എല്ലാം ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നു. കർത്താവിൽ അവർക്ക് ആശ്രയമുള്ളത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വസ്ഥമായി ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളുടെ മുഖത്ത് അവർ പതറിപ്പോകാതെ കർത്താവിൽ ശരണം കണ്ടെത്തുന്നത് കൊണ്ട് എല്ലാ ആവശ്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി സാധ്യമാക്കി കൊടുക്കുന്നു. അങ്ങനെ അതിരാവിലെ സമയം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തിൽ ഒരു വേദഭാഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്നു, തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. നോക്കുക, നേരം പ്രഭാതമായപ്പോൾ വലിയൊരു പുരുഷാരം അവരുടെ കിടക്ക വിട്ട് നേരെ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. പ്രഭാതത്തിൽ തന്നെ കർത്താവിൻ്റെ അരികത്തേക്ക് ചെല്ലുവാനുള്ള വലിയ ഒരു ആവേശം അവരുടെ ഹൃദയത്തിലുണ്ടാവുകയാണ്. ഈ പുരുഷാരം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ല കർത്താവിൻ്റെ അരികത്തേക്ക് പോയത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മറ്റൊരു സമയത്ത് 7000 പേരെ പോഷിപ്പിച്ചു. അവിടെ പുരുഷന്മാർ തന്നെയല്ല, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കണക്ക് വേറെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രഭാതമായപ്പോൾ എഴുന്നേറ്റ് കർത്താവിനെ തിരഞ്ഞ് കർത്താവിൻ്റെ അരികത്തേക്ക് ചെല്ലുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ അരികത്തിരുന്നു കൊണ്ട് അവിടുത്തെ വചനം കേൾക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തുവാൻ, അവിടുത്തെ കരങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഉണ്ടായതായ കാര്യം 40-ാമത്തെ വാക്യം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടുപോയി. ഇവിടെ നാം കാണുന്നത് സന്ധ്യാസമയം എത്രയോ ആളുകൾ അവരുടെ പ്രിയമുള്ളവർ രോഗികളായിട്ടുള്ളവരെയും കൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. ഭൂതഗ്രസ്തരെ പോലും അവൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അത്ഭുതകരമായ രോഗസൗഖ്യം അവർ പ്രാപിച്ചു. അങ്ങനെ കർത്താവിനെപ്പറ്റി അവർ കൃത്യമായി മനസ്സിലാക്കി. അവിടുന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല എന്നും അത്ഭുതവാനായ ഒരുവനാണെന്നും ഈ പുരുഷാരം ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവിടുത്തെ അരികിലേക്ക് ചെല്ലുവാൻ അവർ മനസ്സ് വച്ചത്. പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിച്ച് അവിടുത്തെ അരികത്തേക്ക് അവർ ചെല്ലുകയാണ്.
ഇന്ന് രാവിലെ ഈ കർത്താവിൻ്റെ അരികത്തേക്ക് വരുവാൻ ആർക്കാണ് സാധിക്കുക? ഏറ്റവും അരികത്ത് വന്ന് വലിയവനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് വരുവാൻ ആർക്കാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, നമുക്ക് അറിവുകളോടൊപ്പം തന്നെ അനുഭവങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വചനം നാം നന്നായി പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, നന്നായി ഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അനുഭവങ്ങൾ എത്രമാത്രം നമുക്കുണ്ട്? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്? ഒരു പക്ഷേ നാം വചനത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങുന്നവരും അതിൻ്റെ വള്ളി പുള്ളി വിടാതെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ അരികത്തേക്ക് അടുത്തു ചെന്ന് അവിടുത്തെ മഹത്വം കാണുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്നതായ സമയത്ത് അതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുരുഷാരം കർത്താവിനെ തിരഞ്ഞ് അവിടുത്തെ അരികത്തേക്ക് ചെന്നതുപോലെ ഇന്ന് രാവിലെ നമുക്ക് അവിടുത്തെ അരികത്തേക്കൊന്ന് ചെല്ലാം. വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ഒരു അനുവാദമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് പഴയ നിയമകാലത്ത് ജനത്തിന് ഇങ്ങനെ ഒരു അനുവാദമില്ലായിരുന്നു. അവരുടെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാർ പോലും വളരെ ഭയപ്പെട്ടാണ് ദൈവസന്നിധിയിലേക്ക് ചെന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയലേശമന്യേ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അരികിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലാം. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. അങ്ങനെ ബാഹ്യമായ കാഴ്ച അവസാനിച്ച് ഉൾക്കണ്ണുകളുടെ കാഴ്ച ആരംഭിക്കുമ്പോൾ ഇന്ന് രാവിലെ വലിയവനായ ദൈവത്തിൻ്റെ തേജസ്, ആ മഹത്വം കാണുവാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ എത്രയോ വലിയൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരും. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബാഹ്യമായ കണ്ണുകൾ അടയട്ടെ, ഉൾക്കണ്ണുകൾ ദൈവം തുറക്കട്ടെ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തെ അടുത്ത് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുന്ന ഈ വലിയ തേജോപുഞ്ചത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ കൃമികീടങ്ങളാകുന്ന നമുക്ക് ലഭിച്ച അനുവാദം എത്രയോ വിലയേറിയതാണ്. അവിടുത്തെ മനോഹാരിത ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയദൃഷ്ടി കാണുവാൻ ഇടയാകട്ടെ. അവിടുത്തെ മഹത്വം കാണുവാൻ സാധിക്കട്ടെ. അങ്ങനെ അരികിലേക്ക് ചെല്ലുമ്പോൾ ആ വലിയവനായ ദൈവം നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മെ തലോടുന്നത്, നമ്മുടെ കണ്ണുനീരൊപ്പുന്നത്, നമ്മുടെ രോഗം സൗഖ്യമാക്കുന്നത്, നമ്മുടെ ക്ഷീണം മാറ്റുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത്, വീണ് കിടക്കുന്ന നമ്മെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇന്ന് രാവിലെ ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. ആ വലിയവനായ ദൈവത്തിൻ്റെ അരികത്ത് എന്ന് ഭയഭക്തി ബഹുമാനങ്ങളോടെ കർത്താവിൻ്റെ മുൻപാകെ സ്വയം താഴ്ത്തിയേൽപ്പിക്കുമ്പോൾ ആ ദൈവം ഇന്ന് നമ്മെ സന്ദർശിച്ച അനുഗ്രഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ച ഈ പ്രഭാതം എത്രയോ അനുഗ്രഹകരമായ ഒരു പ്രഭാതമാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് സന്ദർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കർത്താവിൻ്റെ സ്വർഗീയ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ച് അറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും അതിന് സാധിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ പിതാവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള വലിയ അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിച്ചവരായി വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാനും കർത്താവിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ കരത്തിൻ്റെ തലോടൽ അനുഭവിക്കുവാനും ഇടയാകും എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുന്നു. ആ നിലയിൽ കർത്താവിലേക്ക് അടുത്തു വരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത് എത്രയോ സന്തോഷകരമായ
ഒരനുഭവമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ ആ അനുഭവത്തിലേക്ക് നയിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യത്തിനായും ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തിനായും ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷത്തിനായും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ, അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവരെ ഇടയാക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.